കഴിഞ്ഞ എപ്പിസോഡിൽ നിയാങ് ആ പ്രൊജക്റ്റ് കാര്യം ഓക്കെ ആക്കാനായി ഹീറോയെ കാണാനായി വരുന്നു. നിയാങ്ങിനെ കണ്ടതും മറ്റവൻ, നിയാങ്ങോ നീ എന്താ ഇവിടെ? അപ്പോൾ അവൾ, ഞാനും ഒരു തൊഴിലാളി തന്നെയാണ്, മിസ്റ്റർ യൂച്ചിങ്ങിനെ കാണാൻ തന്നെയാണ് വന്നെന്ന് പറയുമ്പോൾ ഹീറോ, നിങ്ങൾക്ക് രണ്ടുപേർക്കും പരസ്പരം അറിയാമോ എന്ന് ചോദിച്ചു. പിന്നെ അല്ലാതെ, ഇവൾ ഫേമസ് ആയ ഒരാളാണല്ലോ, ഇവരുടെ ഡേറ്റ് കിട്ടാൻ തന്നെ നല്ല പാടാണെന്ന് കേൾക്കുമ്പോൾ ഹീറോ ഒരുമാതിരി അവളെ നോക്കുകയാണ്. നിങ്ങൾ രണ്ടുപേരും ഒരു മാച്ച് നടത്തുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഹീറോയ്ക്ക് അതിൽ ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലെന്ന് പറയുന്നു. നമുക്ക് വേണമെങ്കിൽ നടത്താമെന്ന് അയാൾ പറയുമ്പോൾ നിയാങ്ങിന് ഹീറോയുമായി തന്നെ കളിക്കണമെന്ന് പറയുകയാണ്. ഒരു ചാൻസും കൂടി താ, നമുക്ക് വേണമെങ്കിൽ ഒരു ഡീല് വെക്കാം. നിങ്ങൾ വിൻ ചെയ്താൽ നിങ്ങൾ എനിക്ക് 5 മിനിറ്റ് സമയം തരണം, മറിച്ച് ഞാനാണ് തോക്കുന്നെങ്കിൽ ഞാൻ ഉടൻ തന്നെ പൊക്കോളാം. ഞാൻ പറഞ്ഞതല്ലേ, എനിക്ക് കളിക്കാൻ തന്നെ ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലെന്ന് പറഞ്ഞ് ഹീറോ പോകുന്ന സമയത്ത് തന്നെ, നിയാങ് നിങ്ങൾക്കെന്നെ തോൽപ്പിക്കാൻ കഴിയാത്തതാണോ അതോ തോക്കുമെന്ന് പേടിയുള്ളത് കൊണ്ടാണോ പോകുന്നതെന്ന് പറയുമ്പോൾ ഹീറോ അവൾക്ക് മുന്നിൽ താഴാതെ ടെന്നീസ് കളിക്കാനായി തീരുമാനിച്ചു. അങ്ങനെ ഹീറോയും നിയാങ്ങും മത്സരിച്ചായിരിക്കും കളിക്കുക. അവസാനം രണ്ടുപേരുടെ സ്കോറ് അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ലാത്ത ഒരവസ്ഥയിലായിരിക്കും നിൽക്കുക. ഇവിടെ ഇയാൾക്ക് നിയാങ്ങിൻ്റെ സ്റ്റുഡിയോ ലോണിലാണ് കിടക്കുന്നതെന്നും 3 മാസത്തിനുള്ളിൽ ലോൺ അടച്ചില്ലെങ്കിൽ അവളുടെ സ്റ്റുഡിയോ ലേലത്തിൽ പോകുമെന്നും മനസ്സിലാവുകയാണ്. അതുകൊണ്ടാണ് ഇവൾ ഹീറോയുടെ പുറകെ നടക്കുന്നതെന്ന്. അവസാനം ഹീറോ മതിയാക്കി പോകുമ്പോൾ നിയാങ് അതിന് സമ്മതിച്ചില്ല. ഇതിൽ ഞാൻ തോറ്റിട്ടുമില്ല ജയിച്ചിട്ടുമില്ല, ഇനിയും ഒരു ചാൻസ് ഉണ്ട്, എനിക്കൊരു 5 മിനിറ്റ് മാത്രം താ എന്ന് കെഞ്ചി ചോദിക്കുമ്പോൾ അതിന് സമയമില്ലെന്ന് പറഞ്ഞ് ഹീറോ പോകുന്നു. അവളും ഹീറോയുടെ പിന്നാലെ വെച്ച് പിടിക്കാൻ നോക്കുമ്പോൾ അയാൾ അവളെ നിർത്തിയിട്ട്, നീ എന്തിനാണ് ഇത്രയും ധൃതി കൂട്ടുന്നത്? നിനക്ക് വല്ല ക്യാഷിന് വല്ല ബുദ്ധിമുട്ടുണ്ടോ? എനിക്കറിയാം നിന്റെ സ്റ്റുഡിയോ ഇപ്പോൾ പണയത്തിലല്ലേ, എനിക്ക് നിന്നെ സഹായിക്കാൻ പറ്റും. ഇന്ന് രാത്രി എൻ്റെ വീട്ടിൽ വാ, നമുക്ക് സംസാരിക്കാമെന്ന് പറയുന്നു. അതുകൊണ്ട് അവൾ അയാളുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. ഞാൻ വേണമെങ്കിൽ ഹീറോയുടെ ഡിസൈൻ കോൺട്രാക്റ്റ് നിനക്ക് തന്നെ തരാം, എന്നാൽ അതിന് നീ ഇവിടെയുള്ള എല്ലാ വൈനും കുടിക്കണം, എല്ലാം കുടിച്ചാൽ എല്ലാ കോൺട്രാക്റ്റും നിനക്ക് തന്നെ തരാമെന്ന് പറഞ്ഞ് ഒരു ഡീല് വയ്ക്കുന്നു. ഇവൾക്കും വേറെ വഴിയില്ലാത്തതുകൊണ്ട് തന്നെ എല്ലാ വൈനും കുടിക്കുകയാണ്. കുടിച്ച് അവളുടെ പാതി ബോധം തന്നെ പോയി. ആ ചാൻസ് യൂസ് ചെയ്ത് അയാൾ നിയാങ്ങിനോട് മോശമായിട്ട് പെരുമാറുന്നു. ഇവളും അയാളെ തള്ളിയിട്ടിട്ട്, നീ എന്താണ് ചെയ്യുന്നത്? അറിയുമോ, യൂച്ചിങ് എൻ്റെ ഭർത്താവും കൂടിയാണ്, ഇക്കാര്യം അവൻ അറിഞ്ഞാൽ അത്ര തന്നെ എന്ന് പറയുന്നു. എന്നാൽ അവൾ പറയുന്നത് അയാളൊട്ടും വിശ്വസിച്ചില്ല. നിന്റെ ഭർത്താവാണെങ്കിൽ പിന്നെന്തിനാണ് ടെന്നീസ് ഗ്രൗണ്ടിൽ കോൺട്രാക്റ്റിന് വേണ്ടി കെഞ്ചി ചോദിക്കുന്നത്? ഭാര്യയും ഭർത്താവിനിടയിൽ പലതും കാണും, അതൊക്കെ ചോദിക്കാൻ നീ ആരാണ്? നീ എങ്ങാനും എന്നെ തൊട്ടെന്നറിഞ്ഞാൽ അത്ര തന്നെ എന്ന് പറഞ്ഞ് നിയാങ് അവിടെ നിന്ന് രക്ഷപ്പെട്ടു ഓടുന്നു. ഇയാളും അവളെ പിടിക്കാനായി പിന്നാലോടി. അങ്ങനെ ഓടുമ്പോൾ അപ്രതീക്ഷിതമായി അവൾ ഹീറോയെ കാണുന്നു. അപ്പോൾ നിയാങ് വേഗം ഓടിപ്പോയി ഹീറോയെ കെട്ടിപ്പിടിച്ച് എന്നെ ഒന്ന് സഹായിക്കണമെന്ന് പറഞ്ഞ് കെഞ്ചുകയാണ്. ആ സമയത്താണ് അയാളും ഓടി വന്ന്, അവൾ ഒരുപാട് കുടിച്ചിട്ടുണ്ട്, ഞാൻ അവളെ വീട്ടിലേക്ക് കൊണ്ടുവിടാം എന്ന് പറയുമ്പോൾ അവളും ഹീറോയോട് അവൻ നുണ പറയുകയാണ്. അവൻ ഇത്രയും നേരം എന്നെ ഉപദ്രവിക്കുകയാണ്, അവൻ്റെ ഒപ്പം തന്നെ വിടരുതെന്ന് പറയുമ്പോൾ ഹീറോ അവളുടെ അവസ്ഥ മനസ്സിലാക്കി, നീ കൊണ്ടാക്കേണ്ട കാര്യമില്ല, ഞാൻ തന്നെ അവളെ കൊണ്ടാക്കിക്കൊള്ളാം എന്ന് പറഞ്ഞ് അവളെ എടുത്തുകൊണ്ടുപോയി അവൻ്റെ ഗസ്റ്റ് ഹൗസിലേക്ക് കൊണ്ടുപോയി. പെട്ടെന്ന് ആ അവസ്ഥയിൽ അവൾ ഹീറോയെ പിടിച്ച് വലിച്ച് ഇരുത്തി. അവൾക്കൊന്ന് കുറച്ചും കൂടി ബോധമെങ്കിലും വരാനായി ഹീറോ കുറച്ച് വെള്ളം കൊടുത്തു. പെട്ടെന്ന് ഹീറോ അവളെ കിസ് ചെയ്യുകയാണ്. ഉടനെ അവൻ അവളിൽ നിന്ന് മാറി മുകളിലേക്ക് ഓടി. ഹീറോയുടെ ഹാർട്ടാണെങ്കിൽ പടപടാന്ന് ഇടിക്കുകയാണ്. ഹീറോയ്ക്ക് നിയാങ്ങിനോട് ചെറിയ ഒരു ഇൻട്രസ്റ്റ് തോന്നുന്നു. അവളെപ്പോലെ ഒരുത്തിയെ പ്രേമിക്കരുത് എന്ന് അവൻ്റെ മനസ്സിൽ പറഞ്ഞു നിൽക്കുമ്പോൾ ഉടനെ ഹീറോയുടെ അസിസ്റ്റൻ്റ് വന്ന് ഹീറോ ചോദിച്ച ഡിസൈനറുടെ കോണ്ടാക്ട് നമ്പർ കൊടുക്കുന്നു. ഹീറോയും ആ നമ്പർ വിളിക്കുന്നു. നോക്കിയാൽ താഴെ കുടിച്ച് ബോധയിലാവസ്ഥയിൽ നിൽക്കുന്ന നിയാങ്ങിന് കോൾ വരികയാണ്. ഹീറോ, ഹലോ, ഞാനാണ് യോച്ചിങ് എന്ന് പറഞ്ഞതും, ഓ നിങ്ങളോ, നിങ്ങൾക്ക് കുറച്ചെങ്കിലും മനസാക്ഷിയുണ്ടോ? ഞാൻ നിങ്ങളോട് എന്താണ് ചോദിച്ചത്? പേര് കേട്ട ഡിസൈനറാണ് ഞാനത് നിങ്ങളോട് തെളിയിക്കാനായി ഒരു 5 മിനിറ്റ് ടൈമല്ലേ ചോദിച്ചത്, എന്തിനാണ് എന്നോട് ഇമാതിരി പെരുമാറുന്നത്? നിങ്ങൾ കാരണമാണ് ഇപ്പോൾ എനിക്കൊരു അവസ്ഥ ഉണ്ടായത് എന്ന് കരഞ്ഞു പറയുമ്പോൾ ഹീറോ ആണെങ്കിൽ ഫോണിൽ കേട്ട അതേ സൗണ്ട് താഴെ കേൾക്കുന്നു.
വന്നു നോക്കുമ്പോൾ ഫോണിൽ സംസാരിക്കുന്നത് ഇവളാണെന്ന് മനസ്സിലാവുകയും അപ്പോൾ നീ ഡിസൈനെ കുറിച്ചാണ് പറയാനായിട്ട് ഇത്രയും നാളും എൻ്റെ പുറകെ നടന്ന് എന്ന് പറഞ്ഞ് അവളുടെ അടുത്തേക്ക് പോയി. അപ്പോൾ നിയാങ് ആ ഡിസൈനർ അതെ ഞാൻ തന്നെയാണ്, പിന്നെ എന്തിനാണ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് എന്ന് നിയാങ് പറയുമ്പോഴാണ് അവനൊരു കാര്യം പിടികിട്ടുന്നത്. ക്ഷമിക്കണം, ഞാൻ തെറ്റായി കരുതി, സോറി എന്ന് പറയുന്നു. പിറ്റേ ദിവസം അവൾ എഴുന്നേറ്റ് വരുമ്പോൾ ഹീറോ അവിടെ ലൈവായിട്ട് മീറ്റിംഗ് നടക്കുകയാണ്. ഉടനെ നിയാങ് അത് കണ്ടതും ഞെട്ടി ഹീറോയുടെ പിന്നിൽ ഒളിച്ചു. ഹീറോ അതൊക്കെ ഓഫാക്കിയിട്ട് ഇന്ന് രാത്രി മാരേജ് ഹാള് ഡിസൈൻ ചെയ്യാൻ ഒരുപാട് ഡിസൈനർ വരുന്നുണ്ട്, നിനക്കതിൽ പങ്കെടുക്കാമെന്ന് പറയുമ്പോൾ അത് കേട്ട സന്തോഷത്തിൽ നിയാങ് താങ്ക്സ് എന്ന് പറഞ്ഞ് ഹീറോയെ ഹഗ് ചെയ്യുകയാണ്. ശേഷം ഇരുവരും ഫുഡെല്ലാം കഴിക്കുമ്പോൾ ഹീറോയുടെ മുത്തശ്ശൻ വിളിക്കുന്നു. ഹീറോയും നിയാങ്ങും ഒരുമിച്ചല്ല കഴിയുന്നത് അറിഞ്ഞ മുത്തശ്ശൻ നാളെ അവളെയും കൂട്ടി വീട്ടിലേക്ക് വരാനായി പറഞ്ഞ് കോൾ കട്ടാക്കി. ഉടനെ ഹീറോ അവൻ്റെ ഭാര്യയ്ക്ക് മെസ്സേജ് അയക്കുകയാണ്. മുത്തശ്ശൻ നമ്മളെ രണ്ടുപേരെയും കാണാൻ വിളിച്ചിട്ടുണ്ട്, ഒന്ന് വീട് വരെ വരണം, എന്നാൽ ഡിവോഴ്സ് കാര്യം ഒന്നും പറയാൻ നിൽക്കണ്ട. ഈ മെസ്സേജ് നേരെ നിയാങ്ങിനായിരിക്കും കിട്ടുക. അവൾക്കാണെങ്കിൽ 2 സിമ്മുണ്ട്, അതിലൊരു നമ്പറിലേക്കായിരിക്കും മെസ്സേജ് വരുന്നത്. അവനറിയില്ലല്ലോ തൊട്ട് മുന്നിലാണ് സ്വന്തം ഭാര്യ നിൽക്കുന്നെന്ന്. നിയാങ് ഓക്കെ എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുന്നു. കുറച്ചു നേരം കഴിഞ്ഞ് നിയാങ് മുത്തശ്ശനെ കാണാനായിട്ട് വലിയ തൊപ്പിയും കൂളിംഗ് ഗ്ലാസും ഇട്ട് വരുന്നു. കറക്റ്റ് ടൈമിലായിരിക്കും ഹീറോ അവിടേക്ക് വരുന്നത്. എന്തോ നല്ല ഭാഗ്യത്തിന് നിയാങ് ഹീറോ വരുന്നത് കണ്ട് അവിടെ നിന്ന് എസ്കേപ്പ് ആവുകയാണ്. ഇതൊന്നും ശ്രദ്ധിക്കാതെ ഹീറോ നേരെ മുത്തശ്ശനെ കാണുകയാണ്. ഹീറോ മാത്രം വന്നതിനാൽ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, എന്താടാ നീ മാത്രം വന്നത്? അവൾ എന്തെന്ന് ചോദിക്കുന്നു. അവൾക്ക് എന്തോ ജോലിക്കാര്യമുണ്ട്, അതാണ് വരാത്തത്. എന്തിനാണ് മുത്തശ്ശ എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്? എനിക്കും വർക്കുണ്ട് എന്ന് ഹീറോ പറയുമ്പോൾ മുത്തശ്ശൻ നിങ്ങൾക്ക് 2 പേർക്കും കല്യാണം കഴിഞ്ഞിട്ട് 3 വർഷമായില്ലേ, ഒരു കുഞ്ഞ് ജനിക്കേണ്ട സമയമായി, അവൾ നല്ലവളാണ്ടാ എന്ന് മുത്തശ്ശൻ പറഞ്ഞ് അവളെ പുകഴ്ത്തി പറയുമ്പോൾ ഹീറോ അതൊന്നും കേൾക്കാതെ നിൽക്കുകയാണ്. കുറച്ചു നേരം കഴിഞ്ഞതും ഹീറോ അവിടെ നിന്ന് പോകുന്നു. ഹീറോ പോയതറിഞ്ഞ് നിയാങ് മുത്തശ്ശനെ കാണാനായി വരികയാണ്. അപ്പോൾ നിയാങ് മുത്തശ്ശനോട് ക്ഷമ പറയുന്നു. അർജൻറ്റായിട്ട് വർക്ക് വന്നതിലാണ് വരാൻ ലേറ്റായത്, അതൊന്നും കുഴപ്പമില്ല. അപ്പോൾ നിയാങ് ഹീറോ എപ്പോഴും ദേഷ്യത്തിലാണ് ഇരിക്കുന്നത്, ഒന്ന് എന്നെ കണ്ടാൽ പോലും ചിരിക്കാൻ പോലില്ല. നോക്കുമോളെ, ബിസിനസ് കാര്യങ്ങളെ ഓർത്ത് ടെൻഷനായിരിക്കും അവന്, അതുകൊണ്ട് നീ അത്ര കാര്യമായിട്ട് എടുക്കണ്ട എന്ന് പറയുമ്പോൾ എന്നിട്ട് നിയാങ്ങിനോട് നീ അതൊന്നോർത്ത് വിഷമിക്കണ്ട, അവനെ കാണാനായിട്ട് ഞാൻ അവനെ ഇങ്ങോട്ട് വിളിച്ച് എല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞ് മുത്തശ്ശൻ ഹീറോയെ വിളിക്കുന്നു. എടാ നിയാങ്, നിന്നെ കാണാൻ വന്നിട്ടുണ്ട്, നീ വേഗം ഇങ്ങോട്ട് വരാനായി പറഞ്ഞു. അതും കേട്ടതും നിയാങ് അയ്യോ യൂച്ചാങ് എങ്ങാനും വന്നാൽ എല്ലാം കുളമാവല്ലോ എന്നോർത്ത് മുത്തശ്ശനോട് റെസ്റ്റ് എടുക്ക്, എനിക്ക് ഇത്തിരി തിരക്കുണ്ട്, ഞാൻ പോവേണമെന്ന് പറയുമ്പോൾ അവനും വരട്ടെ, ഡിന്നർ കഴിച്ചിട്ട് പോകാമെന്ന് മുത്തശ്ശൻ പറയുമ്പോൾ ഓഫീസിൽ ഞാൻ ഇല്ലെങ്കിൽ എല്ലാം കുളമാകും, പിന്നീടൊരിക്കൽ വരാമെന്ന് പറഞ്ഞ് അവൾ ഇറങ്ങുന്നു. നിയാങ് വീടിന് വെളിയിലെത്തുമ്പോഴാണ് കറക്റ്റ് ടൈമിൽ ഹീറോ അവിടെ എത്തുന്നത്. നിയാങ്ങിനെ കണ്ട് രണ്ടുപേരും ഷോക്കാവുകയാണ്. അടുത്ത എപ്പിസോഡ് വേണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻ്റായിട്ട് രേഖപ്പെടുത്തണേ.